റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ശേഷം ലോകരാഷ്ട്രങ്ങൾ വിവിധ ചേരികളായി വേർപിരിഞ്ഞത് ഈ ചേരിപ്പോര് ഇപ്പോൾ ഒരു വ്യാപാര യുദ്ധമായി പരിണമിച്ചതോടെ ലോകം പുതിയ ഭീഷണി നേരിടുകയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾ ഒരു വശത്തും ഇന്ത്യയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറുവശത്തും അണിനിരന്നു കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാര യുദ്ധം ഒരു പുതിയ വെല്ലുവിളിയാണ്. എന്നാൽ ഈ വെല്ലുവിളിയെ തന്ത്രപരമായി നേരിടാനുള്ള ശക്തമായ നീക്കങ്ങൾക്കാണ് ഇന്ത്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോ സന്ദർശനം നടത്തിയത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ഡോവലിന്റെ സന്ദർശനത്തിന് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യയിലെത്തും. ഈ ഉന്നതതല കൂടിക്കാഴ്ചകൾ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന ഇന്ത്യയുടെ ശക്തമായ സന്ദേശം കൂടിയാണ്. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച ചർച്ചകളും ഈ കൂടിക്കാഴ്ചകളിൽ നടക്കുന്നുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ ഈ വ്യാപാര യുദ്ധത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ട്രംപ് ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. റഷ്യൻ സൈന്യത്തിന്റെ യുദ്ധയന്ത്രത്തിന് ഇന്ത്യ ഇന്ധനം നൽകുന്നുവെന്നും 24 മണിക്കൂറിനുള്ളിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവെക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഈ പ്രസ്താവനകൾ ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങളെയും സാമ്പത്തിക താൽപര്യങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ്. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങില്ലെന്ന ശക്തമായ സൂചനയാണ് അജിത് ഡോവലിന്റെ മോസ്കോ സന്ദർശനം നൽകുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അത് രാജ്യത്ത് ഇന്ധനക്ഷാമം സൃഷ്ടിക്കും. ഇത് സാധാരണ ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കാനും വിലക്കയറ്റത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നുകൊടുക്കാനും അതുവഴി രാജ്യത്തിന്റെ ഉൽപാദന മേഖലയെ തകർക്കാനുമുള്ള നീക്കങ്ങളെ ഇന്ത്യ തടയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ. 150 കോടി ജനങ്ങളുള്ള ഈ വിപണി ലക്ഷ്യമിട്ട് അമേരിക്കൻ കമ്പനികൾ വ്യാപാര ഉടമ്പടികൾക്കായി ശ്രമിക്കുന്നുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചാൽ അത് ഇന്ത്യയുടെ ഉൽപാദന മേഖലയെ തകർക്കും. ബ്രിട്ടൻ ഒരിക്കൽ ഭരണപരമായ മേധാവിത്വം ഉപയോഗിച്ച് ഇന്ത്യയെ ചൂഷണം ചെയ്തതുപോലെ വ്യാപാരത്തിലൂടെ സാമ്പത്തികമായി ഇന്ത്യയെ കീഴടക്കാനുള്ള നീക്കമായി ഇതിനെ കാണുന്നവരുമുണ്ട്. ഈ അപകടം മനസ്സിലാക്കി വ്യാപാര അധിനിവേശത്തെ ചെറുക്കാൻ ഇന്ത്യ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ്. റഷ്യയുമായുള്ള സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ ഇന്ത്യക്ക് നിർണായകമാണ്. റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന മിതമായ നിരക്കിലുള്ള എണ്ണ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അനിവാര്യമാണ്. ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ്. യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ സഖ്യകക്ഷികളും ഒരു വശത്ത് അണിനിരുന്നപ്പോൾ ഇന്ത്യ, റഷ്യ, മറ്റ് അനുബന്ധ രാജ്യങ്ങൾ എന്നിവർ മറ്റൊരു ശക്തി കേന്ദ്രമായി വളരുകയാണ്. ഇത് ആഗോള വ്യാപാര രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ബഹുധ്രുവ ലോകക്രമം സൃഷ്ടിച്ചേക്കാം. അജിത് ഡോവലിന്റെയും എസ് ജയശങ്കറിന്റെയും റഷ്യൻ സന്ദർശനങ്ങൾ ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരമാധികാരം സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഈ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ഒരു സ്വതന്ത്ര സാമ്പത്തിക ശക്തിയെ വളരാൻ സഹായിക്കുകയും ചെയ്യും. ഭാവിയിൽ ഇത് വ്യാപാര യുദ്ധത്തിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയേക്കാം. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിഷ്പക്ഷമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന എണ്ണ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണെന്ന് ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലപാടിനെതിരെ അമേരിക്കൻ പക്ഷത്തു നിന്ന് വ്യാപാര ഉപരോധങ്ങളടക്കമുള്ള ഭീഷണികൾ ഉണ്ടായെങ്കിലും അവയൊന്നും ഇന്ത്യയുടെ നയതന്ത്ര നിലപാടിനെ ബാധിച്ചിട്ടില്ല. എന്നാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനം വർദ്ധിച്ചതോടെ ഈ വിഷയത്തിൽ സമ്മർദ്ദം കൂടുതൽ ശക്തമായി. അടുത്തിടെ ട്രംപ് നടത്തിയ പ്രസ്താവനകളിൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഇറക്കുമതി നിർത്തിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനെതിരെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ മറുപടി നൽകിയിരുന്നു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യയുമായി തുടരുന്ന വ്യാപാര ബന്ധങ്ങളുടെ കണക്കുകൾ നിരത്തിയാണ് ഇന്ത്യ അമേരിക്കൻ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടിയത്. ഈ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോ സന്ദർശനം നടത്തുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഒരു താക്കീത് കൂടിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മറ്റു ഉന്നത നേതാക്കളുമായും ഡോവൽ കൂടിക്കാഴ്ച നടത്തും. റഷ്യയുമായി തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ നീക്കം. റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ ഇന്ത്യ ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനും റഷ്യയും സന്ദർശിച്ചതും ഇരു രാജ്യങ്ങളുമായും സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചതും ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഭീഷണി ഉയർന്നപ്പോൾ അതിന് വഴങ്ങില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതിന് പിന്നിൽ രാജ്യത്തിന്റെ വലിയ സാമ്പത്തിക താൽപര്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ താരിഫില്ലാതെ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നത് തദ്ദേശീയ വ്യവസായങ്ങളെ തകർക്കും. ഈ തന്ത്രപരമായ
നീക്കത്തെ നേരിടാനാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കുന്നത് ഒരു ബഹുമുഖ ലോകക്രമം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ്. ഒരു രാജ്യത്തിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഈ വ്യാപാര യുദ്ധത്തിൽ നിർണായകമാകും. ഈ പുതിയ നയതന്ത്രത്തിന്റെ ശക്തമായ സൂചനകളാണ് നൽകുന്നത്.